ഹൃദയം ഏകാഗ്രതമാകട്ടെ. യേശുവേ, നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. യേശുവേ, നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെ ആകണം മുഴുവൻ. ശിഷ്യനാകുന്ന അങ്ങേ പോലെ ആകണം. അത് പ്രാർത്ഥനയായി ഒന്ന് പാടിയാട്ടെ. യേശുവേ, നിന്റെ രൂപമേ ഓ യേശുവേ, കണ്ണുകൾ ശിഷ്യനാകുന്ന മുഴുവൻ. ശിഷ്യനാകുന്ന സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാം നിന്നെ കണ്ടവൻ നിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? കർത്താവേ, ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭു. ദഹിപ്പിക്കണം എന്നെ ശേഷം. അതിനാ യേശുവേ, യേശുവേ, ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാകണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാകണം മുഴുവൻ. ഈ ആഗ്രഹം ഹൃദയത്തിൽ ഒന്ന് നിറഞ്ഞു വരട്ടെ. കർത്താവിനെ ഒന്ന് ആത്മാവിലൊന്ന് കാണുവാൻ. പഴയ നിയമത്തിൽ യെഹെസ്കേലിന് കർത്താവ് മനസ്സിലാക്കി കൊടുത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആലയത്തിൽ ശുശ്രൂഷിക്കുന്നതും രണ്ട്, കർത്താവിനെ ശുശ്രൂഷിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ആമേൻ. ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ടകന്ന് വിഗ്രഹത്തെ ആരാധിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പും കൂടെ കുറച്ചു പേർ പോയി. ലേവ്യ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ ദൈവത്തെ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട അവരിൽ ചിലർ വിഗ്രഹങ്ങളെ ആരാധിപ്പാൻ തിരിഞ്ഞു പോകുന്നൊരു അനുഭവം വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. അവരെ കുറിച്ച് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. യെഹെസ്കേൽ 44-ാം അധ്യായം
അതിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ തെറ്റിപ്പോയ കാലത്ത് എന്നെ വിട്ടകന്നു പോയവരും എന്നെ വിട്ട് തെറ്റി വിഗ്രഹങ്ങളോട് ചേർന്നവരുമായ ലേവ്യർ തന്നെ തങ്ങളുടെ അകൃത്യം വഹിക്കണം. അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ആലയത്തിൻ്റെ പടിവാതിക്കലെല്ലാം ശുശ്രൂഷകന്മാരായി കാവൽ നിന്ന് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യണം. ദൈവത്തെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നവരെ ദൈവത്തിങ്കിൽ നിന്നും അകറ്റിയപ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൽ നിന്നും അവരെ അകറ്റി. പക്ഷേ വിശ്വസ്തയോടെ നിന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. സാദോക്ക് എന്ന പുരോഹിതന്റെ മക്കൾ. അവരെ കുറിച്ച് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 15-16 വാക്യത്തിൽ, സാദോക്കിന്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാർ എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്നോട് അടുത്തു വരികയും മേധസ്സും രക്തവും എനിക്ക് അർപ്പിക്കേണ്ടതിന് എൻ്റെ മുൻപാകെ നിൽക്കുകയും വേണം. ആമേൻ. വിശ്വസ്തരായവർക്ക് മാത്രമേ ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ ആഴമായി ദാഹിക്കുന്നവർക്ക് മാത്രമേ ദൈവമുഖത്തെ ദർശിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ 13-ാം പ്രഭാതത്തിലും അങ്ങനെ ഒരു ദാഹം, ഒരു ആഗ്രഹം എത്ര പേർക്കുണ്ട്? ഹല്ലേലൂയ. കർത്താവ് അത് ആഗ്രഹിക്കുകയാണെന്ന്. ദൈവത്തിലേക്ക് ഒന്നും കൂടെ അടുത്തു വരുവാൻ, ദൈവമുഖം ദർശിപ്പാൻ, ദൈവപ്രസാദം സ്വീകരിപ്പാൻ. ദൈവം എന്തിനാണോ എന്നെ വിളിച്ചത് അതിനൊത്തമുള്ളൊരു ജീവിതത്തിലേക്ക് നടത്തപ്പെടുവാൻ ഈ 13-ാം പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ ആശ്രയ സ്നേഹം നൽകണം. ദഹിപ്പിക്കണം പൂർണ്ണമായും കർത്താവെ അങ്ങിലേക്ക് അലിഞ്ഞു ചേരുവാൻ. ദേഹം, ദേഹി, ആത്മാവ് ഒരുപോലെ ആഗ്രഹത്തോടെ യേശുവേ നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. യേശുവേ നിന്റെ രൂപമീ ശിഷ്യരാകുന്ന കർത്താവേ ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ. ഓ ശിഷ്യരാകും എന്നെയും അവിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തുവാൻ കൃപ നൽകണം. ഓ ദീനക്കാരെയും ഹീനന്മാരെയും ആശ്വസിപ്പിപ്പാൻ വന്നോരേ. ഓ ദീനക്കാരെയും ഹീനന്മാരെയും ആശ്വസിപ്പിപ്പാൻ ആനന്ദത്തോട് ആനന്ദത്തോടു ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യുവാൻ നൽകുകേ. ആനന്ദത്തോടു ഞാൻ നിന്നെ കർത്താവേ അതിനായി ചേർന്ന് യേശുവേ യേശുവേ ശിഷ്യരാകുന്ന എന്നെയും
പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും മനുഷ്യരിലും ദൂതന്മാരിലും അതിസുന്ദരനായോനേ. മനുഷ്യരിലും ദൂതന്മാരിലും ആയോനേ. അനുദീനം നിൻ ദിവ്യ സൗന്ദര്യം എന്നാമോദമാക്കേണമേശ്വേ. അനുദീനം നിൻ ദിവ്യ സൗന്ദര്യം എന്നാമോദമാ. ഒരിക്കൽ കൂടെ പ്രാർത്ഥനയോടെ പാടിയ വരികൾ. മനുഷ്യരിലും ദൂതന്മാരിലും അതിസുന്ദരനായോനേ. മനുഷ്യരിലും അനുദീനം നിൻ ദിവ്യ സൗന്ദര്യം എന്നാമോദമാക്കേണമേ. അനുദീനം നിൻ അങ്ങേ കാണുന്ന അനുഭവം, ആ സൗന്ദര്യം ദർശിക്കുന്ന അനുഭവം. യേശുവേ, യേശുവേ, ആ മഹത്വത്തിന്റെ നിറവ് അനുഭവിപ്പാൻ കർത്താവേ. ശിഷ്യനാകുന്ന എന്നെയും ദീനക്കാരെയും ഹീനന്മാരെയും ആശ്വസിപ്പിപ്പാൻ വന്നോ. ദീനക്കാരെയും ഹീനന്മാരെയും ആനന്ദത്തോടു ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യുവാൻ. കർത്താവേ, 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 അതിനു വേണ്ടി യേശുവേ, യേശുവേ, ഓ യേശുവേ, ശിഷ്യരാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. അങ്ങേ പോലെയാക്കണം മുഴുവൻ. ഓ ശിഷ്യനാകുന്ന അങ്ങേ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന അങ്ങേ പോലെയാക്കണം മുഴുവൻ. ക്രിസ്തുവിനെ ധരിച്ചവർ, ക്രിസ്തുവിന്റെ ഭാവം ഉള്ളിൽ വഹിക്കുന്നവർ, അവർ ഈ ലോകത്തെ പോലെയല്ല, ഈ ലോകക്കാരെ പോലെയല്ല. വിശുദ്ധിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന തലയോളം വളരുന്നതാണ്. ഈ വിശുദ്ധിയിൽ ജീവിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം. ഇത് ചെറിയൊരു കാര്യമല്ല. എത്ര പേർ ഇന്ന് പകലിൽ ആ ഒരു ആത്മീക ദാഹം
ആത്മീകമായൊരു ഉണർവിന് വേണ്ടിയിട്ട് ദൈവത്തിങ്കിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ കർത്താവേ അങ്ങേ പോലെ ആയിത്തീരുവാൻ, അങ്ങയുടെ ഭാവമുള്ളിലുള്ളവരായി ജീവിപ്പാൻ, അങ്ങിൽ ചേർന്ന് നിൽപ്പാൻ കൃപ നൽകണമേ എന്ന്. എങ്കിൽ മാത്രമേ ആ മഹത്വം ചലിക്കത്തുള്ളൂ. കേട്ടോ, ഈ പകൽക്കാലവും ഇവിടെ കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരും ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ദൈവത്തിന്റെ തേജസ്സുള്ളവരായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവിടുത്തെ ശിഷ്യരായിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുവാനാണ് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തത്. ആ ദൈവത്തിന്റെ ഭാവം, ആ തേജസ്, ആ നിറവ് എന്നിൽ പകരപ്പെടണമെങ്കിൽ ഞാൻ ഇല്ലാതെയാകണം. നാം പാടിയതുപോലെ ദഹിപ്പിക്കണം ഇന്ന് പകൽ എന്നെ. എത്ര പേർ കൊതിക്കും? പരിശുദ്ധ ആത്മാവിന്റെ വലിയൊരു നിറവിന് വേണ്ടി, ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി, ദൈവഹിതം നിറവേറുവാൻ വേണ്ടി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തവനെ ഈ നല്ല പ്രഭാതത്തിലും അങ്ങയുടെ മുഖം ദർശിപ്പാൻ, അങ്ങയെ പോലെ ആകുവാൻ ജഡത്തിന്റെ എല്ലാ പ്രവർത്തികളെയും നീക്കണമേ. ഓ സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ, ആ ക്വാളിറ്റി എന്നിൽ വേണം. സ്നേഹമാ കർത്താവേ, അതിനായി ദഹിപ്പിക്കണം എന്നെ ആശേഷം. ഓ ദഹിപ്പിക്കണം ആ കൊതിയുള്ളവർ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ചേർന്ന് യേശുവേ ശിഷ്യരാകുന്ന അങ്ങേ പോലെയാക്കണം മുഴുവൻ. ശിഷ്യരാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൻ ഏകജാതനെ, ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൻ ഏകജാതനെ, വാസം ചെയ്യണം ഈ നിൻ വിനയം എൻ്റെ ഉള്ളിലും. ഓ വാസം ഒരിക്കൽ കൂടെ സമർപ്പണമുള്ളവർ ഒരുമിച്ചൊന്ന് പാടിയാട്ടെ. ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൻ ഏകജാതനെ, ദാസനെ പോലെ സേവയെ ചെയ്ത വാസം ചെയ്യണം ഈ നിൻ വിനയം എൻ്റെ ഉള്ളിലും നാഥനേ. വാസം ചെയ്യണം ഈ നിൻ വിനയം എൻ്റെ ഉള്ളിലും. അതിനായി യേശുവേ യേശുവേ
ശിഷ്യനാകുന്ന എന്നെയും അപ്പച്ചാ ശിഷ്യനാകുന്ന അങ്ങേ പോലെയാകുവാൻ അതിനായി ഉലകമെല്ലാം മറക്കുതയ്യാ ഉണർവു എല്ലാം ഇനിക്കുതയ്യാ ഉലകമെല്ലാം മറക്കുതയ്യാ ഉണർവു എല്ലാം നാമം തുതി കൈയിലേ യേശയ്യാ ഉന്നൻപു യേശുവേ ഉന്നാമം യേശയ്യാ ഉന്നൻപു രുസി ചേർന്ന് എന്നുയിരാണ് என்னுயிரே நான் உம்மை துதிப்பேன் என்னுயிரே நான் உம்மை துதிப்பேன் என்னுயிரான இயேசு என்னுயிரான ക്രിസ്തു എങ്ങനെയാണോ പിതാവിനോട് ചേർന്ന് നിന്നത്, അതുപോലെ ഈ നല്ല പ്രഭാതത്തിലും അങ്ങയോട് ചേർന്ന് നിൽപ്പാൻ യേശുവേ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നപ്പാ. അതിനായി ഉലകമെല്ലാം പാടിയേ മറക്കുതയ്യാ ഇനിക്കുതയ്യാ ഉലകമെല്ലാം മറക്കുതയ്യാ ഉണർവു എല്ലാം ഇനിക്കുതയ്യാ ഉന്നാമം തുതിക്കയിലേ യേശയ്യാ ഉന്നൻപു രുസിക്കയിലേ ഉന്നാമം സ്തുതിക്കയിലേ ഉന്നാമം തുതിക്കയിലേ യേശയ്യാ ഉന്നൻപു രുസിക്കയിലേ എന്നുയിരാണ് എന്നുയിരാണ് യേശു എന്നുയിരോട് കലർന്ന് എന്നുയിരേ நான் உம்மை ക്രിസ്തുവിലുള്ളവർ എന്ന് പകലും ദൈവത്തെ സ്തുതിക്കട്ടെ. ஓம் வசனம் எனக்கு புனைவாகும் உடலுக்கெல்லாம் மருந்தாகும். ஓம் வசனம் எனக்கு புனைவாகும் உடலுக்கெல்லாம் மருந்தாகும். அதனாலே ஈராவும் பகலும் ஐயா உந்தன் வசனம் தியானிக்கிறேன். ஓ ஈராவும் பகலும்
என்னுயிரோடு கலந்து என்னுயிரே நான் உம்மை துதிப்பேன். என்னுயிரே நான் உம்மை துதிப்பேன். என்னுயிரான உயிரான உயிரான நேசு ക്രിസ്തുവിനോടുള്ള സ്നേഹം ഇന്ന് പകലിലും വർദ്ധിക്കട്ടെ. യേശുവിനോടുള്ള സ്നേഹം ഈ പ്രഭാതത്തിലും വർദ്ധിക്കട്ടെ. അത് ആരാധനയായി ഉയരട്ടെ. എന്നുയിരേ നാനും என்னுயிரே நான் உம்மை துதிப்பேன். என்னுயிரே நான் உம்மை துதிப்பேன். என்னுயிரே நான் ഉമ്മൈ തുതിപ്പേൻ. എന്തെങ്കിലും നേടുവാനല്ലപ്പാ, ഈ ലോകത്തിൽ എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടി അല്ല കർത്താവേ. ഭാവിയായ എന്നെ രക്ഷിപ്പാൻ, ദോഷിയായ എന്നെ രക്ഷിപ്പാൻ, ഈ ലോകത്തോടുകൂടെ നശിച്ചു പോകേണ്ടിയിരുന്ന എന്നെ വീണ്ടെടുപ്പാൻ സ്വന്തം ജീവൻ നൽകിയ നല്ല കർത്താവേ, ഈ രാവിലെ ഞങ്ങൾ ഒരുമിച്ച് ഏക ഹൃദയമായി അങ്ങയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ ഹൃദയ നുറുക്കത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നപ്പാ. അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കരുതൽ അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. ഓരോ നിമിഷവും അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തുന്ന അങ്ങയുടെ കരുതൽ അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. എന്നാൽ ഈ പകൽ ഞങ്ങളതെല്ലാം മറന്ന് ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ അരുമനാഥനെ, ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിന് നൽകിയ സ്വർഗീയ പിതാവേ, അങ്ങിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു, അങ്ങിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ആ ക്രിസ്തുവിലേക്ക് ഞങ്ങൾ അടുത്തു വരുവാൻ അങ്ങ് നൽകിയ പരിശുദ്ധ ആത്മാവിന്റെ നിറവ് ഇന്ന് പകലും ഇവിടെ വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ആരും 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 അങ്ങിൽ നിന്നും അകന്നു നിൽപ്പാൻ ഇടവരാതെ വണ്ണം, ഇടവരാതെ വണ്ണം കൃപ നൽകണം, കൃപ നൽകണം, കൃപ നൽകണം. ഈ 13-ാം ദിവസം പ്രഭാതത്തിൽ കൃപ നൽകണം, കൃപ നൽകണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹൃദയങ്ങളെ കലക്കുന്ന, മനസ്സിനെ കലക്കുന്ന എല്ലാ ചിന്താഗതികളും മാറട്ടെ. ഓ ഏക ഹൃദയം, ഏക ഹൃദയം, ഏക ഹൃദയം, ക്രിസ്തുവിനെ കൊതിക്കുന്ന ഏക ഹൃദയം, ആ മുഖം കാണുവാൻ കൊതിക്കുന്ന ഏക ഹൃദയം. ഉലകമെല്ലാം മറക്കുതയ്യാ, ഉണർവു എല്ലാം എനിക്കുതയ്യാ. ഉലകമെല്ലാം മറക്കുതയ്യാ. ആമേൻ. ഉണർവ്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നപ്പാ. അതിനാ ഉന്നാമം തുതിക്കയിലേ യേശയ്യാ, ഉന്നൻപു രുസിക്കയിലേ രാജാ, ഉന്നാമം തുതിക്കയിലേ. അങ്ങയെ ആരാധിക്കുമ്പോൾ,
അങ്ങയുടെ സാന്നിധ്യം അധികമായി അനുഭവിപ്പാൻ. ഓ എന്റെ ജീവനെ എന്നുയിരാണ്, മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും അധികമായി അങ്ങയെ സ്നേഹിപ്പാൻ. ഓ യേശുവേ എന്നുയിരാണ് യേശു, എന്നുയിരോട് കലർന്ന് എന്നുയിരേ നാനും തുതിപ്പേ. എന്നുയിരാണ് 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 ഉയിരാണ് യേശു, എന്നുയിരാണ്. അത് ആത്മാർത്ഥതയുള്ള വാക്കായി തീരട്ടെ. എന്നുയിരാണ് എന്നുയിരാണ് എന്നുയിരാണ്, ഹൃദയത്തിൽ നിന്നും അതായി തീരട്ടെ. വാക്കുകൾ ഏറട്ടെ. എന്നുയിരാണ് എന്നുയിരാണ് എന്നുയിരാണ്, എന്നുയിരാണ് 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 എന്നുയിരാണ്, എൻ ജീവനാണ് എൻ ജീവനാണ് എൻ ജീവനാണ് ജീവനാണ് യേശു, എൻ ജീവനാണ് എനിക്ക് വേണ്ടി ജീവൻ നൽകിയവനെ. ഓ ഒന്ന് പാടിയേ. എൻ ജീവനാണ് ജീവനാണ്, ഓ എൻ ജീവനാണ്, ഓ എൻ ജീവനാണ് ജീവനാണ് യേശു, എന്നുയിരാണ് യേശു, എന്നുയിരോട് കലർന്ന് എന്നുയിരേ നാനും തുതിപ്പേ. എന്നുയിരേ നാനും തുതിപ്പേ. എന്നുയിരാണ് യേശു, എന്നുയിരോട് കലർന്ന് എന്നുയിരേ നാനും തുതിപ്പേ. എന്നുയിരേ നാനും തുതിപ്പേ. സ്തുതികൾക്ക് യോഗ്യനേശു മാത്രമേ ഉള്ളത് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. ആരാധനമൂർത്തികൾ ഈ ലോകത്ത് ഒരുപാടുണ്ട്, എന്നാൽ യോഗ്യൻ ഒരുവനേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. ആമേൻ, ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞവർ, അത് അനുഭവിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്, എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇന്ന് പകലിൽ ആ യോഗ്യനായ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആത്മാവിന്റെ നിറവിൽ ആദ്യമേ പറഞ്ഞതുപോലെ ദൈവത്തോട് ചേർന്ന് നിന്നൊന്ന് സ്തുതിപ്പാൻ. വേറെ ആരും വേറെ ഒന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. വേറെ ആരും വേറെ ഒന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. ഇത് 13-ാം പ്രഭാതമാണ്. ദൈവത്തോടടുത്ത് നിൽക്കുന്ന അനുഭവമാണ്. കർത്താവിലേക്ക് ചേർന്ന് നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിറവിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയുമോ കർത്താവ് അങ്ങെപ്പോലെ യോഗ്യൻ ആരുമില്ല എന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം ജീവൻ നൽകി നമ്മൾ വീണ്ടെടുത്ത ആ നല്ല കർത്താവ് മാത്രമേ ഉള്ളൂ യോഗ്യൻ. കാരണം നാം പാപികളായിരുന്നപ്പോഴാണ് അവൻ നമ്മെ സ്നേഹിച്ചത്. നമുക്ക് വേണ്ടി ഭൂമിയിൽ തന്നത്തെ താഴ്ത്തി ഇറങ്ങി വന്നത്. ആ യേശുവിന്റെ സ്നേഹം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഹൃദയം തുറന്നു പറ, വേറെ ആരും വേറെ ഒന്നും എന്റെ യേശുവിനെ പോലെ ഇല്ല. ആ കരങ്ങൾ രണ്ടും ഉയർത്തി ആത്മാവിൽ പറഞ്ഞേ, വേറെ ആരും വേറെ ഒന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ.
വേറെ ആരും വേറെയൊന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. ഒരുമിച്ച് പാട്. യേശുവേ പോലെ ആരുമില്ല. എന്റെ പ്രിയനെ പോലാരുമില്ല. യേശുവേ പോലെ ആരുമില്ല. എന്റെ പ്രിയനെ പോലാരുമില്ല. ഒരുമിച്ച് പാടിയേ. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെയൊന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെയൊന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശുവേ പോലെ ആരുമില്ല. എന്റെ പ്രിയനെ പോലാരുമില്ല. ഓ യേശുവേ പോലെ എന്റെ പ്രിയനെ എല്ലാ നാവും സർവലോകവും യേശുനാമം ഉയർത്തിയിടുമേ. ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. ചേർന്ന് പാടിയാട്ടെ. എല്ലാ നാവും സർവലോകവും യേശുനാമം ഉയർത്തിയിടുമേ. ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. യേശുവേ പോലെ എന്റെ പ്രിയനെ യേശുവേ എന്റെ പ്രിയനെ മുഴങ്ങട്ടെ മുഴങ്ങട്ടെ. പ്രിയനെ യേശുവേ യേശുവേ പോലെ എന്റെ വേറെ ആരും വേറെയൊന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. വേറെ ആരും വേറെയൊന്നും. അതുകൊണ്ട് കരങ്ങളെ ഉയർത്തി പൂർണ്ണ ഹൃദയത്തോടെന്ന് പാടിയേ.
ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. യേശുവേ പോലെ എന്റെ പ്രിയനെ ആത്മാവിൽ വിളിച്ചു പറയുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനം ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റു നിന്ന് ആത്മനിറവിൽ രണ്ട് കരങ്ങളും ഉയർത്തി ഒരുമിച്ച് ഒന്ന് പറഞ്ഞാണേ, യേശുവേ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോലെ. മുഴങ്ങട്ടെ ശബ്ദം, യേശുവേ. എല്ലാ നെഗറ്റീവ് സ്പിരിറ്റും യേശുവേ പോലെ ആരുമില്ല. അത് പറയുമ്പോൾ തന്നെ എല്ലാ നെഗറ്റീവ് സ്പിരിറ്റും മാറുന്നു. ആത്മാവിൽ കയറി വരുവാൻ, ആത്മാവിൽ ബലം പ്രാപിപ്പാൻ, ആത്മാവിൽ പുതുക്കം പ്രാപിപ്പാൻ. ശത്രുവായവൻ എവിടൊക്കെയാണോ കെണികൾ ഒരുക്കിയത്, ഇന്ന് പകലിൽ യേശു എന്ന നാമത്തെ ഉയർത്തുമ്പോൾ, ആ നാമം മഹത്വം എടുക്കുമ്പോൾ എല്ലാ നെഗറ്റീവ് സ്പിരിറ്റും ഇല്ലാതെയാകുന്നു. ശക്തിയോടെ ആ നാമത്തെ ഉയർത്തിയേ. അടിസ്ഥാനങ്ങൾ ഇളകട്ടെ, ചില ചങ്ങലകൾ പൊട്ടട്ടെ, കാരാഗ്രഹങ്ങൾ തുറക്കട്ടെ. എന്റെ പ്രിയനെ പോ, യേശുവേ പോ, യേശുവേ പോലെ. ഓ എന്റെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ, യേശുവേ പോലെ. യേശുവേ പോ, ആത്മാവിൽ പ്രതികരിപ്പാൻ ഒരു യുദ്ധം ചെയ്യുവാൻ, ശത്രുവിനോടൊന്ന് യുദ്ധം ചെയ്ത് ആത്മാവിൽ കയറി വരുവാൻ എത്ര പേർ തയ്യാറാണ്? കരങ്ങളെ അടിച്ചോ, കരങ്ങളെ ഉയർത്തിയോ, അതരങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിലും ജയം വ്യാപരിക്കട്ടെ. ആരാധനയുടെ മഹത്വം വലിയ വിടുതലുകളായി മാറട്ടെ. ആരാധനയുടെ മഹത്വം സ്വർഗം തുറക്കുന്നതായി മാറട്ടെ. ആരാധനയുടെ മഹത്വം, ഹല്ലേലൂയ, വചനം ക്രിയ ചെയ്യുന്നൊരു പകൽക്കാലം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ അടിച്ച്, ഓ രവലം ശബലം ധനബൗഡകരം ദേ. ഹല്ലേലൂയ. കരമടിച്ച് അതരങ്ങളെ തുറന്ന് ആമേൻ. ആരാധന ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ്. ആരാധന എന്റെ സ്നേഹം ദൈവവുമായി പങ്കിടുന്നതാണ്. ആരാധന ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സ്തുതിക്കുന്നതാണ്. അതിനേക്കാൾ അപ്പുറം ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം. ആ നാമത്തെ ഉയർത്തുമ്പോൾ എല്ലാ നിർജീവങ്ങളും മാറും.
വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ആത്മിക യുദ്ധം ചെയ്യുവാൻ, ആത്മിക പോരാട്ടം നടത്തുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ മറന്നു പോകാതെ ഇന്ന് പകലിൽ ആരാധിക്ക്. ഒരു ജയമുണ്ടെനിക്ക്, ഒരു ജയമുണ്ടെനിക്ക്, ഈ പോരാട്ടത്തിൽ ഒരു ജയമുണ്ടെനിക്ക്. കാരണം ജയിച്ചവൻ എന്റെ കൂടെയുണ്ട്, ജയിച്ചവൻ എന്റെ കൂടെയുണ്ട്, ജയാളി എന്റെ കൂടെയുണ്ട്. അനുഗ്രഹത്തിൻ അധിപതിയെ, ആനന്ദ കൃപ പേരും നദിയെ, അനുഗ്രഹത്തിൻ അധിപതിയെ, ആനന്ദ കൃപ പേരും നദിയെ, അനുദിനം നിൻ പാദം ഗതിയെ, ആടിയാനു നിൻ കൃപമതിയെ, അനുദിനം നിൻ പാദം ഗതിയെ, ആടിയാനു നിൻ. ഓ വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ, പാടിയാട്ട വരികൾ. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. കാരണം വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ. വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം. ഓ അനുഗ്രഹത്തിൻ ആനന്ദ കൃപ പേരും നദിയെ, അനുഗ്രഹത്തിൻ അധിപതിയെ, ആനന്ദ കൃപ. തന്നുയരേ തന്നുയിരേ ഭാവികൾക്കായി തന്നവനാം നീയും, തന്നുയിരേ ഭാവികൾക്കായി. അതിനാൽ തള്ളിടുമോ ഏഴയെന്നെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ. തള്ളിടുമോ ഏഴയെന്നെ. അനുഗ്രഹത്തിൻ അധിപതിയെ, അനുഗ്രഹത്തിൻ അധിപതിയെ, ആനന്ദ കൃപ. ഓ അനുഗ്രഹത്തിൻ ഓ തിരുക്കരങ്ങൾ താരുന്നമല്ല, ശിക്ഷയിൽ ഞാൻ പതറുകില്ല. തിരുക്കരങ്ങൾ താരുന്നമല്ല, ശിക്ഷയിൽ ഞാൻ. കാരണം മക്കളെങ്കിൽ ആമേൻ പ്രകാശനങ്ങൾ, മക്കളെങ്കിൽ ശാസനകൾ, സ്നേഹത്തിൻ. ഓ അനുഗ്രഹത്തിൻ അധിപതിയെ, പേരും നദിയെ, അനുഗ്രഹത്തിൻ. ഓ പാരിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ. പാരിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ. ചേർന്ന് പാടിയേ. മരണദിനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാറിടത്തിൽ. മരണദിനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ. അനുഗ്രഹത്തിൻ അധിപതിയെ, ആനന്ദ കൃപ പേരും നദിയെ, അനുഗ്രഹത്തിൻ അധിപതിയെ, ആനന്ദ കൃപ. അനുദിനം നിൻ, അനുദിനം നിൻ പാദം ഗതിയെ, ആടിയാനു നിൻ കൃപമതിയെ, അനുദിനം നിൻ പാദം ഗതിയെ, ആടിയാനു നിൻ. തന്നുയിരേ
അനുഗ്രഹത്തിൻ ആനന്ദ കൃപ, ഓ അനുഗ്രഹത്തിൻ അനുദിനം നിൻ പാദം, അനുദിനം നിൻ പാടിയാട്ടെ. ഞങ്ങൾക്ക് അങ്ങനെ കൃപ മാത്രം മതി. ഓ അനുദിനം നിൻ ഇഹലോകമയിൽ ഞാൻ മനോവേദന പല ശോധന നാമ ജീവിത പാതയതിൽ മനോവേദന മാറാതെ വിടുമ്പോൾ ആത്മനാഥനവൻ. Yes Lord, മാറാതെ മാർവിൽ ചാരി ആശ്വാസം കണ്ടെത്തുവാൻ അതിനായി ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. പാടിയാട്ടെ. എത്ര നല്ലവൻ, ഓ എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും അങ്ങേ നാമമഹത്വത്തിനാൻ. എന്റെ ആയുസ്സിൻ അങ്ങേ നാമമഹത്വത്തിനാൻ. ഒരു കൈതിരിപ്പോ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈതിരിപ്പോ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. കരമടിച്ച് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, അവൻ വഴികളെ അനുഗമിച്ചിടും അവനുടെ. ദൈവകൃപയിൽ ഞാൻ എത്ര നല്ലവൻ, എത്ര നല്ലവൻ, എന്നെ കരുതുന്ന വിശ്വാസത്തോടെ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന, ഓ ദൈവകൃപയിൽ ഞാൻ, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ഇഹലോകമോ ഇഹലോകമോ ഒരിക്കൽ കൂടെ ഇഹലോകമോ പരികില്ലൊരു സുഖവും മനഃശാന്തിയതോ. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദം. അതനുഭവിക്കുന്നവർ പാടിയേ. ശാല രാധേ 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 രാ. ആമേൻ ആമേൻ
വഴികളിൽ അത്ര ആനന്ദം, ആ വഴികളിൽ അത്ര ആശ്വാസം. ഇന്ന് പകലും അത് അനുഭവിക്കുന്നവർ ആത്മാവിൽ ആരാധിച്ചാട്ടെ. അനുഗമിക്കും ചുവടുകളെ അനുഗമിച്ചിടും. ഓ റവലം ശബലം ദലമൗടകരം ധനവീകരം. യെസ് യെസ് യെസ്, ഉറപ്പുള്ളവർ പാടേ ആമേൻ. വഴി എത്ര ഹല്ലേലൂയ വിശാലമാണെങ്കിലും ഈ ലോകപ്രകാരം ഞാൻ നടക്കുന്ന ഇടുക്കമുള്ള വാതിൽ അതത്രേ നിത്യമായത്. ഇന്ന് പകലും ആ വാതിലൂടെ കടപ്പാൻ ഭാഗ്യം ലഭിച്ചവർ ആത്മാവിൽ ആരാധിച്ചാട്ടെ. ദുരബലബലരികലം ശംദലമൗടകരം ധേ ദുരബം ശബലം ധനമൗടകരം ധന ദുരബലബലരികലം ശബലം ധേന. ആമേൻ 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 ആമേൻ. ഓ കൃപ വർദ്ധിക്കട്ടെ, കൃപ വർദ്ധിക്കട്ടെ. അപ്പാ അങ്ങയുടെ കൃപ, അങ്ങയുടെ കൃപ ഈ പകൽക്കാലം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം. അങ്ങിൽ ബലപ്പെടുവാൻ, അങ്ങിൽ ശക്തി പ്രാപിപ്പാൻ, ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ. യെസ് യെസ് യെസ്. ഓ പ്രബലം ദലമൗടകരം ധനരീകര തുലബലബലരികലം ശബലം ധേര തുലബലബലരികലം ധനവാരികല ദീപം ശബലം ധനമൗടകരം ധേ തുലബം ശബലം ദലമൗടകരം ധനരീകര. നിത്യമായ സന്തോഷം, നിത്യമായ സമാധാനം, നിത്യമായ ആശ്വാസം നൽകുന്ന ഒരിടം, അത് യേശുവിന്റെ പാദപീഠം. ആ പാദപീഠത്തിൽ തങ്ങളെ തന്നെ താഴ്ത്തുന്നവർ ഇന്ന് പകലും ഉയർത്തപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ ആരാധിക്കും. ദുരവംശബലം ദലമൗട ദുരവംശബലം ദലമൗടേ യേശുവേ. കൈവിടുകില്ല ഞാൻ, മാറിപ്പോകില്ല ഞാൻ, നിന്നെ വിട്ടൊരു നാളും. കൈവിടുകില്ല മാറിപ്പോകില്ല ഞാൻ, നിന്നെ വിട്ടൊരു നാളും. അതിനാൽ നിങ്ങളതിനാലെ ധൈര്യത്തോടു കൂടെ കർത്തനിൽ ആശ്രയിക്കും. നിങ്ങളതിനാലെ ധൈര്യത്തോടു കൂടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ഉറപ്പോടെ ഇന്ന് പകൽ പറയാൻ കഴിയും? ഈ ലോകത്തിലല്ല എൻ്റെ ആശ്രയം, എൻ്റെ ദൈവത്തിലാണ്. കാരണം ആരൊക്കെ കൈവിട്ടാലും എന്നെ കൈവിടാതെ ചേർത്ത് നിർത്തുന്ന നല്ലൊരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ പാദപീഠത്തിലാണ് ഞാൻ താണിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനെ നോക്കുന്നവർ, ഉയരങ്ങളിലേക്ക് നോക്കുന്നവർ ഇന്ന് പകലും ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്ന നിമിഷത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആ ഉറപ്പും ധൈര്യവും പ്രാപിച്ചവർ ഒരുമിച്ച് ആ വരികൾ ചേർന്നൊന്ന് പാടി ദൈവത്തെ ഒരിക്കൽ കൂടെ നമുക്ക് മഹത്വപ്പെടുത്താം. താങ്ക് യു ജീസസ്. കൈവിടുകില്ല ഞാൻ, മാറിപ്പോകില്ല. കൈവിടുകില്ല ഞാൻ, മാറിപ്പോകില്ല ഞാൻ, നിന്നെ വിട്ടൊരു നാളും. പാടിയേ. കൈവിടുകില്ല ഞാൻ, മാറിപ്പോകില്ല ഞാൻ, നിന്നെ വിട്ടൊരു നാളും. അതുകൊണ്ട് നിങ്ങളതിനാലെ ധൈര്യത്തോടു കൂടെ കർത്തനിൽ ആത്മാവിൽ സ്വയമായി ഒന്ന് പാടിയേ. നിങ്ങളതിനാലെ ധൈര്യത്തോടു കൂടെ
ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ പ്രത്യേകത ചേർന്ന് പാടിയാട്ടെ. കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർ പുതുശക്തി പ്രാപിക്കും. ആമേൻ. കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർ പുതുശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോൽ ചിറകടിച്ചവർ പറന്നു പോയിടും. കഴുകന്മാരെ പോൽ ചിറകടിച്ചവർ. ഒരിക്കൽ കൂടെ പാടാമോ വരികൾ ആത്മാവിൽ ചേർന്ന്? ഓ കർത്താവിനു വേണ്ടി ആമേൻ ആമേൻ ആമേൻ. കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർ പുതുശക്തി പ്രാപിക്കും. കഴുകന്മാരെ പോൽ ചിറകടിച്ചവർ കഴുകന്മാരെ. അതിനായി നമ്മളെ ശക്തനാക്കുന്ന ദൈവത്തെ ആ കരങ്ങളൊക്കെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തുതി. കരങ്ങളൊക്കെ ഒന്ന് വീശി ദൈവത്തെ സ്തുതിച്ചേ. യേശു രാജാവിന്, യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. രാജാവേ, യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നത. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ യേശു രാജാവിന്,